സനോജ് കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. സനോജ്, ഇതേ പത്തനംതിട്ടയുടെ അതേ സാഹചര്യമുണ്ട്. കിഴക്കൻ വെള്ളം വന്ന് എല്ലാം ഈ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക്, താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വരുന്നു. പല ഭാഗവും വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യം കോട്ടയം ജില്ലയെ സംബന്ധിച്ചുണ്ട്. അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങൾ അവിടെയുമുണ്ട്. അപ്പോൾ അതുപോലെ കുമരകത്തൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു എന്നൊക്കെ സ്ക്രീനിൽ നമ്മുടെ സ്ക്രോളിൽ കാണുന്നുമുണ്ട്. എന്താണ് കോട്ടയം ജില്ലയുടെ ഒരു പൊതുസ്ഥിതി? മഴ എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് മീനച്ചിൽ താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോഴാണ് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയും അത് അപ്പർ കുട്ടനാടൻ മേഖലയുടെ ഭാഗമായിട്ടുള്ള കുമരകം പ്രദേശത്തേക്ക്, തിരുവാർപ്പ്, അയ്മനം, കുമരകം, ആർപ്പൂക്കര പോലെയുള്ള പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് മീനച്ചിലാറ്റിലെ വെള്ളം ഒഴുകിയെത്തുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഈ മേഖലയിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ മാറി നിന്നു. എന്നാൽ ഇന്നലെയും മിനിഞ്ഞാന്നും മാത്രമാണ് ശക്തമായ തോതിൽ മഴ പെയ്തത്. മലവെള്ളം, അതായത് കിഴക്കൻ മേഖലയിലെ മലവെള്ളം പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ രൂക്ഷത ഇപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടില്ല. പക്ഷേ സാധാരണഗതിയിൽ അത്തരം രൂക്ഷതകൾ അനുഭവപ്പെടുമ്പോൾ വ്യാപകമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കപ്പെടുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. എന്നാൽ വിജയപുരം പഞ്ചായത്തിൽ മാത്രമാണ് ഒരു ക്യാമ്പ്, അവിടെ വീട് അപകടാവസ്ഥയിലായതിന്റെ അടിസ്ഥാനത്തിൽ വിജയപുരം പഞ്ചായത്തിലെ 2 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ആ ക്യാമ്പിൽ 7 പേർ, 2 കുടുംബങ്ങളിലെ 7 പേരാണ് താമസിക്കുന്നത്. ഇന്നലെ ഉണ്ടായ അതിശക്തമായ കാറ്റ്, അതായത് കുമരകം മേഖലയിൽ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ എഴുതി കാണിക്കുന്നത് പോലെ തന്നെ ഇന്നലെ ഉണ്ടായ അതിശക്തമായ കാറ്റ് കുമരകം മേഖലയുടെ പല ഭാഗങ്ങളിൽ അതിശക്തമായ നാശം വിതച്ചു എന്നുള്ളതാണ് മറ്റൊരു കാരണം. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയപ്പെടുന്നത്, ഒരുപക്ഷെ നമ്മുടെ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമായിരിക്കും, ഒരു കാറിന്റെ മുന്നിലൂടെ ഒരു ഓട്ടോറിക്ഷ പാടത്തേക്ക് മറിയുന്നു. ഒപ്പം തന്നെ ഈ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുപോകുന്നത് കണ്ട് മുമ്പിലുണ്ടായിരുന്ന ഒരു ബൈക്ക് യാത്രികൻ, അദ്ദേഹവും കാറ്റിൽ നിയന്ത്രണം വിട്ട് മറിയുന്ന കാഴ്ച നമ്മളുടെ ദൃശ്യങ്ങൾ കാണിച്ചാൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. കാരണം അത്രത്തോളം അതിശക്തമായ കാറ്റിനെ തുടർന്ന് വാഹനങ്ങൾ, റോഡിലൂടെ പോയ വാഹനങ്ങൾ പോലും നിയന്ത്രണം വിട്ട് മറിയുന്ന തരത്തിലേക്ക് കാറ്റ് അവിടെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ താഴ്ത്തങ്ങാടിക്ക് സമീപം വൻ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലെ രാത്രിയിൽ. അത് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി നീക്കം ചെയ്യുകയായിരുന്നു. ആ പ്രദേശത്ത് റോഡിന് ചില തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. രാത്രിയിൽ ഉടനീളം ശക്തമായ മഴ ഒരു താലൂക്കിലും പെയ്തില്ല എന്നുള്ളതാണ് ജില്ലാ കൺട്രോൾ റൂമിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശക്തമായ മഴ പെയ്യുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ ഇന്ന് കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകളും അംഗൻവാടികളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഇന്ന് മാറ്റം വരുത്തിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശരത്ത്. ശരി സനോജ്.